ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ. അമേരിക്കൻ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവസ്തോയെ 267ാമത് മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു. രണ്ടാം ദിനം 4ാം റൗണ്ടിലാണ് പോപ്പിനെ തെരഞ്ഞെടുത്തത്. പോപ്പ് ലിയോ 14 എന്നറിയപ്പെടും. ഹബേമൂസ് പാപ്പ, നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു. പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് നടന്ന സിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുകയുയർന്നതോടെ പുതിയ പാപ്പയ്ക്ക് സ്ഥിരീകരണമായി. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് 69-കാരനായ പോപ്പ് ലിയോ 14. വോട്ടവകാശമുള്ള 133 കർദിനാൾമാരും കോൺക്ലേവിൽ പങ്കെടുത്തു. മുന്നിൽ 2 ഭൂരിപക്ഷമായ 89 വോട്ട് ലഭിച്ചതോടെയാണ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്ത തിരഞ്ഞെടുക്കപ്പെട്ടത്. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ 50,000-ഓളം പേരാണ് പുതിയ പാപ്പയെ തിരഞ്ഞെടുത്തുന്ന വാർത്ത കേൾക്കാൻ തടിച്ചുകൂടിയത്. ചിക്കാഗോയിൽ ജനിച്ച കർദിനാൾ റോബർട്ട് പ്രിവോസ്ത പെറൂവിയൻ വംശജനാണ്. 2023 മുതൽ ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുന്ന വത്തിക്കാൻ സമിതിയുടെ തലവനാണ്. വത്തിക്കാനിൽ അത്ര പ്രമുഖനായിരുന്നില്ലെങ്കിലും ബിഷപ്പ് നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ തീരുമാനിക്കുന്ന വോട്ടിംഗ് ബ്ലോക്കിൽ 3 സ്ത്രീകളെ ഉൾപ്പെടുത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിലൊന്നിൽ അദ്ദേഹം പങ്കാളിയായി. തെരഞ്ഞെടുപ്പ് സ്വീകരിക്കുന്നുവോ എന്ന് അദ്ദേഹത്തോട് സമ്മതം ചോദിച്ച ശേഷം എല്ലാ കർദിനാൾമാരും നിയുക്ത പാപ്പായോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചു. തുടർന്ന് അദ്ദേഹം ലിയോ 14 എന്ന പേര് തിരഞ്ഞെടുക്കുകയും പാപ്പായുടെ സ്ഥാനവസ്ത്രങ്ങൾ അണിയുകയും ചെയ്തു. നിയുക്ത പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കായുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട് റോമാ നഗരത്തിനും ലോകം മുഴുവനും ആശീർവാദം നൽകി. La pace sia con tutti voi. Fratelli, sorelle carissimi, questo è il primo saluto del Cristo risorto, il buon pastore che ha dato la vita per il gregge di Dio. Anch'io vorrei che questo saluto di pace entrasse nel vostro cuore, raggiungesse le vostre famiglie, a tutte le persone, ovunque siano, a tutti i popoli, a tutta la terra. La pace sia con voi. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്നായിരുന്നു ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളോടുള്ള ലിയോ 14 ആദ്യ വാക്കുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.